അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ. പുരുഷ വേശ്യകളാണ് ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. അവിഹിതക്കാരിയാണ് ഇവൾ, മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. ഇത് പറഞ്ഞോട്ടെ, ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും മോഹൻലാലിന്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി ആരാ? എറണാകുളത്തെ വൈറ്റിലുള്ള ഗുണ്ടയോ? ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കുമെന്ന് പറയാൻ നല്ല കടയിൽ കയറാത്തുണ്ടാണ് ടിനി. ടിനി ടോമിന്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോ അയൽപക്കക്കാർക്ക് ഇവിടെ പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടൻ എന്തൊരു കാര്യം. ആഹാ, മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് 75 ലക്ഷം രൂപ ദൈവങ്ങൾക്ക് മോശ സമയമായതിനാൽ തരുമ്പോ നീ എതിർക്കുന്നോടി, എന്നാൽ നീ ജിഹാദിയാണ്. നീ ഇവിടെയെല്ലാം ഏതെല്ലാം ജില്ലയിലെ കോടതികൾ ഞാൻ കയറി ഇറങ്ങും. നിങ്ങൾ ആലോചിക്കുക. എന്റെ കൈവശമുള്ള ആഡിയോ വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ മീശ വെച്ചവന്മാരും മീശയില്ലാത്ത പെണ്ണുങ്ങളുടെയും കോടതി ആരങ്ങളിലൂടെ എനിക്ക് ലക്ഷങ്ങൾ നേടാം യൂട്യൂബിൽ നിന്ന്. പക്ഷെ ഞാനത് ചെയ്യില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും ആലോചിക്കും ടിനി ടോമിനെ പോലെ അത്ര വലിയ നടനൊന്നും അല്ലാത്തൊരു വ്യക്തിക്ക് ഈ അമ്മയിൽ ഇത്ര ഹോൾഡും സാധനമൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ളത്, അതിനൊക്കെ ഒരു വ്യക്തമായ ധാരണ കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം അതിന്റെയൊക്കെ ഒരു ധാരണ കിട്ടി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാൾ പണ്ട് മുതലേ പറയുന്നതാണ് ഈ ശാന്തിയുടെ ദിനേശ്. അപ്പൊ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളപ്പം നമ്മൾ ആ വീഡിയോ ആണ് കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾ അവസാനം വരെ കേൾക്കുക. ഇതിനകത്ത് നിങ്ങൾ ആദ്യം കേട്ടതിനെക്കാട്ടിലും വലുതാണ് ഇനി കേൾക്കാനുള്ളത്. ഇതൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. എന്തായാലും നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടുപോക്ക്, ആരും സ്കിപ്പ് ചെയ്യല്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈസൻസ് ഇല്ലാത്ത നാവുകൊണ്ട് എന്ത് മണ്ടത്തരവും തെരുവിളിയും നടത്തി മുന്നേറുന്ന ഒരു മണ്ടൻ. നാട്ടുകാർ തന്റെ മോനെ തല്ലിക്കൊല്ലും സൂക്ഷിച്ചു എന്ന് സ്നേഹം കൊണ്ട് പറഞ്ഞാൽ ഞാൻ മനോജ് ഇബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞവനെ ഒതുക്കിക്കൊള്ളാം, മക്കൾ നന്നായി തെരുവിളിച്ച് രസിക്കട്ടെ എന്ന് പരസ്യമായി പറയുന്ന മറ്റൊരുത്തൻ. മുസ്ലിമായ അൻസിബ സ്വന്തം ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ ടിനി ടോമിന്റെ വിദ്വേഷ പരാമർശമായി അൻസിബ തന്നെ പറയുന്നത്. സ്വന്തം ഡ്രൈവറെ മുസ്ലിമാക്കാൻ പ്ലാൻ ചെയ്യുന്ന അതേ അൻസിബ ഈ പറഞ്ഞ വെണ്ണല മഹാദേവി ക്ഷേത്രത്തിൽ പ്രോഗ്രാമിനായിട്ട് ഒന്നുമല്ലാതെ റസൂൽ പൂക്കുട്ടിയോടൊപ്പം പലപ്പോഴും അവിടെ വരാറുണ്ട് എന്ന് നന്ദകുമാർ തന്നെ പറയുന്നു. അപ്പോ അവരെങ്ങനെയാണ് ഡ്രൈവറെ മുസ്ലിമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നന്ദകുമാർ പറയാണ് ഇവർ പ്രോഗ്രാം അവതരിപ്പിക്കാനൊന്നുമല്ല, അല്ലാതെ ഈ അൻസിബ പലപ്പോഴും ഈ അമ്പലത്തിൽ വരാറുണ്ട്. ഡ്രൈവറെ മുസ്ലിമാക്കിയിട്ട് പകരം അൻസിബ ഹിന്ദു ആകുമോ എന്നാണ് എന്റെ സംശയം. ഭംഗിയായി മോഹൻലാലും ഇടവേള ബാബുവും കൊണ്ടുപോയ സംഘടനയായിരുന്നു അമ്മ. അതിനെ തുളച്ച് നാണം കെടുത്തി പൊതുസമൂഹത്തിൽ. അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ. പുരുഷ വേശ്യകളാണ് ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ഞാൻ ചാരിത്രശുദ്ധിയുള്ളവൾ എന്നൊരു സിനിമാ നായിക പറഞ്ഞാൽ അവളുടെ ചെവിടടിച്ച് പൊട്ടിക്കും ഞാനെന്ന് പറഞ്ഞ ഖദീജയെയും, ചാരിത്രശുദ്ധിയുള്ള ഒരു നായികയെ കണ്ടാൽ ഞാൻ അവരുടെ കാലിൽ തൊട്ട് തൊഴും എന്ന് സിനിമാ മാസികയുടെ ചോദ്യോത്തര പങ്ക്തിയിൽ എഴുതിയ ശിവകുമാരൻ തമ്പിയുമാണ് ഞാൻ അൻസിബയെ ഒരു മഹാൻ അവിഹിതക്കാരി എന്ന് വിളിച്ചപ്പോൾ ഓർത്തത്. നിയമം അനുവദിക്കാത്തതുകൊണ്ടും കോടതികൾ കയറിയിറങ്ങി മടുത്തതുകൊണ്ടും സമയവും പണവും മാനവും കോടതി വരാന്തകളിൽ കളയാനില്ലാത്തത് കൊണ്ടുമാണ് ഞാനിപ്പോൾ പല കഥകളുടെയും ഡോസേജ് കുറച്ചിരിക്കുന്നത്. എന്നെ ഒരുപാട് പേര് വിളിച്ചോളൂ, എന്ത് ചേട്ടാ ചേട്ടൻ തടുത്തു പോയി, ചേട്ടൻ കുറച്ചുകൂടെ ഡോസേജ് കൂട്ടിയാൽ ഞാനല്ലേ ഉള്ളൂ ഈ കോടതി കയറി ഇറങ്ങാൻ. ഇവിടെയെല്ലാം ഏതെല്ലാം ജില്ലയിലെ കോടതികൾ ഞാൻ കയറി ഇറങ്ങും. നിങ്ങൾ ആലോചിക്കുക. എന്റെ കൈവശമുള്ള ആഡിയോ വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ മീശ വെച്ചവന്മാരും മീശയില്ലാത്ത പെണ്ണുങ്ങളുടെയും കോടതി ആരങ്ങളിലൂടെ എനിക്ക് ലക്ഷങ്ങൾ നേടാം യൂട്യൂബിൽ നിന്ന്. പക്ഷെ ഞാനത് ചെയ്യില്ല. വേശിയെ പോലും വേശിയെന്ന് വിളിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആരും സ്വന്തം ശരീരം കണ്ടവരുടെ മുന്നിൽ മലർക്കെ തുറന്നിട്ട് ജീവിക്കാൻ തയ്യാറായില്ല. അങ്ങനെയും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. ഇത് പറഞ്ഞോട്ടെ, ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിന്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറിവിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിനി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടു പോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പൊ ഇയാൾ തെറിവിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിന്റെ ബന്ധുക്കളും ഒക്കെ ഉള്ള ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായി പോയി ടിനി ടോമിന് എന്ന് പറയാം.
മോശമായി പോയി ടിനി നിങ്ങളുടെ നീക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ. നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്രേ ടിനി. ആരാ എറണാകുളത്തെ വൈറ്റിലല്ലേ ഗുണ്ടയോ ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കുന്നു പറയാൻ? നല്ല കടയിൽ കയറാത്തുണ്ടാണ് ടിനി. എന്റെ നല്ല സുഹൃത്താണ്. ഇപ്പൊ മാജിക് മഷ്റൂമിന്റെ ഓരോ ലഞ്ചിനെ എന്നെ കണ്ടപ്പോൾ ചേട്ടാ നമുക്ക് ഒന്നിച്ചിരിക്കണം കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആളുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ടിനി നീ ഒരാണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ മലയാളിയുടെ മുന്നിൽ ഇപ്പോൾ ടിനിട്ടോ എന്തെല്ലാം കേസിൽ ചെന്ന് പെട്ടു നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ ആരാ ടിനി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എറണാകുളത്തെ ചട്ടമ്പിയോ അതോ ലോക്കൽ ഗുണ്ടയോ ആണോ എന്നാണ് എനിക്ക് ആകെ ചോദിക്കാൻ തോന്നുന്നത്. നിങ്ങളെ കണ്ടിട്ടാകണം നിങ്ങളുടെ മോൻ വളരുന്നത്. സിനിമയിൽ വന്നാൽ മോന്റെ പല്ലുകൾ പൊടിയുമെന്ന പേടിയിൽ മോനെ സിനിമയിൽ വിട്ടില്ല എന്നൊക്കെ ടിനി വീമ്പ് പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ എനിക്ക് ടിനിയോട് മടുപ്പം തോന്നിയിരുന്നു. മോൻ പാതിരാത്രി വെളിവില്ലാതെ കാർ ഓടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ മകൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. ആരെ ടിനി ടോമിന്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോൾ അയൽപക്കക്കാർക്ക് ഇവിടെ പട്ടിക്ക് മുടികളെന്ന അമ്പട്ടനെന്തൊരു കാര്യം. പക്ഷെ അതൊന്നും ടിനി ഓർക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇതിന്റെ അവസാനം പറഞ്ഞ രസം ഞാൻ മനോജ് എബ്രഹാമിനെ കൊണ്ട് പരാതി പറഞ്ഞ തൂക്കം ചേട്ടാ എന്നാണ് എന്താ പറഞ്ഞത്. മനോജ് എബ്രഹാം എന്ന് പറഞ്ഞു ഏതോ വീട്ടിൽ ജോലിക്കുന്നുണ്ട് പറയുമ്പോഴും ഏതോ ലോക്കൽ ചട്ടമ്പിയോട് പറയാന്നുള്ള രീതിയിലാണ് പറയുന്നത്. സംസ്ഥാന DGP ആണ്. ഞാൻ ആ മനോജ് എബ്രഹാമിനെ കൊണ്ട് ഈ പ്രശ്നം അവനെ ഞാൻ തൂക്കും. ഇതാണ് സെറ്റപ്പ്. അല്ലാതെ മകനെ തട്ടി വിലക്കല്ല ചെയ്യുന്നത്. ഇപ്പോ സോഷ്യൽ മീഡിയ മുഴുവൻ ടിനിയുടെ മോന്റെ അട്ടഹാസമാണ്. മുള്ളിന്റെ മുട്ടിൽ മുള്ളല്ലാതെ ചെമ്പകം വളരില്ലല്ലോ ടിനി. അതേ എനിക്ക് പറയാനുള്ളൂ. മമ്മൂട്ടിക്ക് ഡ്യൂപ്പിട്ടവനായിരുന്നല്ലോ ടിനിട്ടോ. മമ്മൂട്ടി അമ്മയിലെ അശരം വരെ ഓർക്കുമെങ്കിൽ എടാ ടിനി നിനക്കും എനിക്കുമൊക്കെ നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്. സിനിമയില്ലെങ്കിലും ഉണ്ടപ്പക്കം ജീവിച്ചിരിക്കുന്നതിനാൽ നിന്റെ അപാര തുരുക്കട്ടിയുള്ളതുകൊണ്ടും നിനക്ക് ജീവിക്കാനാവും. കാരണം ഉണ്ടപ്പക്കം കൂടെ ടിനിട്ടുമാണല്ലോ പോകുന്നത് പ്രോഗ്രാമിന്. 5000 രൂപ മാസം തോറും കൈനീട്ടം വരുന്നതും കാത്തിരിക്കുന്നവരും നീ അവരെ അത്ര കാലം അനാഥരാക്കരുത്. 10000 രൂപ മരുന്ന് വാങ്ങാൻ വർഷത്തിലൊരിക്കൽ കിട്ടുന്നത് നീ നശിപ്പിക്കരുത് എന്ന് പറയാനുള്ള ബാധ്യത മമ്മൂട്ടിക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആഹാ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് 75 ലക്ഷം രൂപ ദൈവങ്ങൾക്ക് മോശ സമയമായതിനാൽ തരുമ്പോ നീ എതിർക്കുന്നോടി, എന്നാൽ നീ ജിഹാദിയാണ്, നീ മതം മാറ്റാൻ നടക്കുന്നതാണ് എന്ന് ചാപ്പ കുത്തുന്നത് കടന്ന കൈയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൃശ്യത്തിനകത്ത് ജഡ്ജി ചോദിക്കുന്ന പോലെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മയ്ക്കകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അമ്മ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ ദാണ്ട് അതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരി ഉണ്ടല്ലോ, അപ്പം അവരെ ടെർമിനേറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അവരിപ്പോ കേസ് കൊടുത്തപ്പോണ്ട് അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് പേര് ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് ആ ന്യൂസ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരാൻ കിടക്കുന്നുണ്ട് അമ്മയ്ക്കകത്തുനിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൊണ്ട് പുകയുന്ന ഒരു സംഭവം പൊട്ടിത്തെറിക്കും. ഇപ്പൊ ഇന്നസെന്റും അതുപോലെയൊക്കെ ഉള്ളവരായിരുന്നു ഇതൊന്ന് അടക്കി പിടിച്ച് എങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത് മോഹൻലാലൊക്കെ. ഇപ്പം ഇവർ വന്നപ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഒരു ഗട്സ് കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല ഈ വശം ചേർന്നുള്ള ഇതുപോലത്തെ പരിപാടികൾ, ഈ ടിനി ടോമിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കേട്ടില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് എന്തുവാന്നുള്ളത്. ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു പുകമറയാണല്ലോ. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് വലിയൊരു പൊട്ടിത്തെറിയാണ് വരുന്നത്. ഈ പറയുന്നത് പോലെ ഇത് മൊത്തത്തിൽ ഇല്ല മല്ലിക സുകുമാരൊക്കെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ പിരിച്ചുവിടുക. ഒന്നെങ്കിൽ ഈ സംഘടന ആജീവനാന്തം പിരിച്ചുവിടുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ സംഘടന പിരിച്ചുവിട്ടിട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവരെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇനി ഈ വിവാദം കെട്ടടങ്ങും എന്നുള്ളത് തോന്നുന്നില്ല. ഇതിങ്ങനെ നീറി ഉമി പോലെ ഇങ്ങനെ കിടക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിനകത്ത് ഇവർക്ക് സ്പോൺസർ കൊടുത്ത വ്യക്തിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അടുത്ത നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പൊ അത് ഈ പുള്ളി തന്നെ പറയുന്ന കാര്യമാണ്. അപ്പൊ അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ എല്ലാവരും അതുകൂടെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനൽ മുമ്പോട്ട് വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ടോപ്പിക്കായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.